അതോടെ അവസാനിച്ചോടെ വിഷയം. യെസ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. വാക്കൗട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. നമസ്കാരം. സമയത്തെ ചൊല്ലി നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ പൊരിഞ്ഞ പോര്. ആശാവർക്കർമാരുടെ സമരം ഉന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗത്തിനിടെയാണ് സ്പീക്കർ AN ഷംസീറുമായി തർക്കമുണ്ടായത്. പ്രസംഗം 11 മിനിറ്റ് ആയെന്നും സമയത്തിനുള്ളിൽ സംസാരിക്കണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുകയായിരുന്നു. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുമെന്നായി പ്രതിപക്ഷ നേതാവ്. എന്നാൽ അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കണ്ടെന്നായി സ്പീക്കർ. നിങ്ങൾ 21,000 രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അപ്പോൾ അവര് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും? സാർ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം. പ്ലീസ് അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൗട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം. അതോടെ അവസാനിച്ചോടെ വിഷയം. യെസ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൗട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വഴി പോകും. യെസ്. ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്. ആശമാരുടെ വേതനം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് 2014 സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നത് ഇപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന എളമരം കരീമാണ്. 2007 മുതൽ 2011 വരെ ആശമാർക്ക് ഇടതു സർക്കാർ 1 രൂപ പോലും ഓണറേറിയം നൽകിയിട്ടുമില്ല. പിന്നീട് വന്ന UDF സർക്കാരാണ് ഓണറേറിയം നൽകി തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ NHM ഫണ്ടായാണ് പണം നൽകുന്നത്. മന്ത്രി ബോധപൂർവം 60-40% എന്ന് പറഞ്ഞത് NHM ഫണ്ടിനെ കുറിച്ചാണ്. കേന്ദ്രം 913 കോടി കൊടുക്കേണ്ടതിൽ 815 കോടി ജനുവരി വരെ കൊടുത്തു കഴിഞ്ഞു. ഇനി 2 മാസത്തിൽ കിട്ടാനുള്ളത് 97 കോടി മാത്രമാണ്. അത് ഇൻസെന്റീവിനുള്ള തുകയല്ലെന്നും VD സതീശൻ പറയുന്നു. അതേസമയം കർണാടകയിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ആശമാർക്ക് ഓണറേറിയം 10,000 രൂപയാക്കിയത്. അതാണ് മുഖ്യമന്ത്രി. കർണാടകയിൽ ആശാ വർക്കർമാർ സമരം നടത്തി. സർ, അവർ സമരം നടത്തിയത് ഒരു മൈതാനത്താണ്. അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? സർ, മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിന്റെ യൂണിയൻ നേതാക്കളെയെല്ലാം വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്ത എന്താണെന്നറിയാമോ? ഹെൽത്ത് കമ്മീഷണറെ ഇവരെ സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ ഇത് അനൗൺസ് ചെയ്തു, 10,000 രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാർ, അവരുടെ സന്തോഷം കണ്ടോ? അവരുടെ സന്തോഷം 10,000 രൂപ. സാർ, അതാണ് മുഖ്യമന്ത്രി. ഇവിടെ ആശാവർക്കർമാരെ അധിക്ഷേപിക്കുകയാണ്. ഇന്നലെ സുരേഷ് ഗോപി അവിടെ പോയി ഒരു കുട കൊടുത്തു, എന്നിട്ട് ഉമ്മ കൊടുത്തോ എന്നാണ് ഒരു നേതാവ് ചോദിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ആശമാരോട് ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് സ്പീക്കർ ഇടപെട്ടത്. സമയം കഴിഞ്ഞുവെന്നായിരുന്നു സ്പീക്കർ ആദ്യം പറഞ്ഞത്. എവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് ഈ സമയത്തിന്റെ കാര്യമെന്നും ഈ നടപടി അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അനുവദിച്ചാലും ഇല്ലെങ്കിലും അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് സ്പീക്കറും മറുപടി നൽകി. വാക്കൌട്ട് സ്പീച്ചിന്റെ പ്രധാന കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതോടെ അത് അവസാനിച്ചെന്നും സ്പീക്കർ പറഞ്ഞു. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടതെന്നായിരുന്നു സതീശന്റെ മറുപടി. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നും സതീശൻ പറഞ്ഞു. ഇത്തരം വിരട്ടൽ വേണ്ടെന്ന് പറഞ്ഞ് സ്പീക്കർ അടുത്ത നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. വാക്പോര് കനത്തതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിപക്ഷം ബാനർ ഉയർത്തിയതോടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. അതിനിടെ ആഴക്കടൽ ധാതുഖനനത്തിനെതിരായ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും അംഗീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം തുറന്ന പ്രതിപക്ഷം ഭേദഗതികൾ സഭയിൽ അവതരിപ്പിച്ചില്ല. തുടർന്ന് സഭ പിരിയുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഈ മാസം 10-നാണ് ഇനി ചേരുക.